ഗാസ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ അറസ്റ്റ് വാറണ്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ അപ്പീൽ നൽകി. ഇസ്രായേലിൻ്റെ അപ്പീൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുന്നു. കോടതിയുടെ അധികാരപരിധിയെക്കുറിച്ചുള്ള തർക്കം നിലനിൽക്കെ വാറണ്ടുകൾ പിൻവലിക്കണമെന്നാണ് ഇസ്രായേൽ ICCയോട് അഭ്യർത്ഥിച്ചത്. അധികാരപരിധി പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുന്നു. അതിനാൽ വാറണ്ടുകൾ റദ്ദാക്കാൻ നിയമപരമായ അടിസ്ഥാനമില്ല എന്ന് വിധിച്ചുകൊണ്ട് ജൂലൈ 16 കോടതി അപേക്ഷ തള്ളി. ഒരാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ ഈ തീരുമാനത്തിൽ അപ്പീൽ നൽകാൻ ശ്രമിച്ചു. എന്നാൽ ICC ജഡ്ജിമാർ ഇസ്രായേൽ ഉയർത്തിയ പ്രശ്നം അപ്പീലിന് വിധേയമല്ല എന്ന് വിധിച്ചു. ഇസ്രായേൽ ICCയിൽ അംഗമല്ല. എന്നാൽ 2015 പലസ്തീൻ അംഗത്വം ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗാസ മുനമ്പ്, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവ ഉൾപ്പെടുന്ന അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ കുറ്റകൃത്യങ്ങൾക്ക് പൗരന്മാർക്കെതിരെ കോടതിക്ക് അന്വേഷണം നടത്താൻ കഴിയും. 2023 ഒക്ടോബർ മുതൽ ഗാസയിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തി 2024 നവംബറിൽ നെതന്യാഹുവിനും ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. കോടതിയുടെ 22 വർഷത്തെ ചരിത്രത്തിൽ പാശ്ചാത്യ സഖ്യകക്ഷികളായ മുതിർന്ന നേതാക്കൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അത് ആദ്യമായായിരുന്നു. അറസ്റ്റ് വാറണ്ടുകളെ പലസ്തീനികൾ ചരിത്രപരമായ തീരുമാനമെന്ന് വാഴ്ത്തി. ഇസ്രായേൽ സെമിറ്റിക് വിരുദ്ധത എന്ന് അപലപിച്ചു. അതിനുശേഷം ഇസ്രായേലിൻ്റെ സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് ICC വിമർശനങ്ങളുടെയും ഭീഷണികളുടെയും ശിക്ഷാ നടപടികളുടെയും പരമ്പര തന്നെ നേരിടേണ്ടി വന്നു. കോടതിയെ ഒരു ദേശീയ സുരക്ഷാ ഭീഷണി എന്ന് മുദ്രകുത്തി അമേരിക്ക നിരവധി ICC ജഡ്ജിമാർക്കും പ്രോസിക്യൂട്ടർമാർക്കും ഉപരോധം ഏർപ്പെടുത്തി. അതേസമയം ഗാസയിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നുവെന്ന് കാട്ടി ഹമാസിനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിയിരിക്കുന്നു. വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചെന്നും ആവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘനമായി കണക്കാക്കും. ജനങ്ങളെ സംരക്ഷിക്കാൻ ഇടപെടും എന്ന മുന്നറിയിപ്പിലുണ്ട്. ഇസ്രായേൽ പിൻവാങ്ങിയ ഇടങ്ങളിൽ ഗാസയിൽ വിവിധ ഗാങ്ങുകളും ഹമാസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചവരെന്ന് കാട്ടി ഒരു കൂട്ടം ആളുകളെ വെടിവെച്ചു കൊന്ന വീഡിയോയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിലവിൽ ഗാസയിലെ സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സുരക്ഷാ സേന വരാൻ പോവുകയാണ്. ഈ സുരക്ഷാ സേനയെ ഈജിപ്റ്റ് നയിക്കുമെന്നാണ് വിവരം. തുർക്കി, ഇന്തോനേഷ്യ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളും ഇതിനായി സേനയെ നൽകും. എന്നാൽ യൂറോപ്യൻ, ബ്രിട്ടീഷ് പങ്കാളിത്തം സംയുക്ത സേനയിൽ ഉണ്ടായേക്കില്ല. ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 20 ദിന സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ പ്രവർത്തനം വിജയകരമായാൽ ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറും.